എന്താ മാഷെ? എന്റെ കൃഷ്ണൻകുട്ടി പിറവത്തെ പരിപാടി കഴിഞ്ഞ പിന്നെ ഇന്നാ കിരീടപ്പെട്ടി ഉറക്കുന്നത്. കർണന്റെ കിരീടം കാണുന്നില്ല. വൈകുന്നേരം കളിയുള്ളല്ലേ, ഇനിയിപ്പോ എന്തോ ചെയ്യും? എനിക്കൊന്നും അറിയില്ലേ എന്റെ കർണ. ആശാനേ, ആശാനേ, കിട്ടി ആശാനേ, കിട്ടി. ഞാൻ മൂത്രമൊഴിക്കാൻ പോയപ്പോ ക്യാമ്പിന്റെ പുറകെ കിടന്ന് കിട്ടി. ഇതാണോ? ഓടാ അവിടുന്ന്. ഇത്രയും നാള് ജനക്കാൻ നേരത്തൊരു കർണന്റെ കിരീടമാണ്, ബ്രഹ്മാവിന്റെ കിരീടമാണെന്ന് അറിയാൻ പാടില്ല. നീയൊക്കെ എന്തിനാണ് ആ നൃത്തനാടകക്കാരായിട്ട് നടക്കുന്നത്? അല്ല, ഇതിനെന്താ കുഴപ്പം? കർണന്റെ കിരീടത്തിന് 3 തളവുണ്ടോ? ഒറ്റ തളവല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ കർണന്റെ കിരീടമാകും? ഇപ്പോഴോ? ഇപ്പൊ കറക്റ്റ് കർണന്റെ കിരീടം തന്നെ. ആശാന്റെ ഒരു ദൈവാനുഗ്രഹം. ഏത് റോൾ എടുത്താലും ഇനി കുചേലനായിട്ട് രംഗത്ത് വന്നു, തനി കുചേലൻ തന്നെ. കർണനായിട്ട് വന്നു, തനി കുചേലൻ തന്നെ. പിന്നെ ഇപ്പൊ കർണൻ ശ്രീരാമന്റെ കിരീടം വെച്ച് ഒരു സ്റ്റേജ് കയറിയ ആകാശം ഇടിഞ്ഞു വിടാൻ പോണില്ല. ആളെവിടെയൊന്നും ഇല്ല അല്ലേ? ഇപ്പൊ ആലോചിച്ച് എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്താ? പറ്റിപ്പോയ അബദ്ധം ഓർത്തു, അല്ലാതെന്താ? എന്താ ബദ്ധം? പ്ലംബിങ്ങും വയറിങ്ങും പഠിച്ച് ഗൾഫിൽ പോകാൻ പോണ കൃഷ്ണൻകുട്ടി ചേട്ടൻ 5 കാശിന് ഗതിയില്ലാത്ത ഈ പാവം സീതപ്പെണ്ണിനെ സ്നേഹിച്ച അബദ്ധം. നീ ഒന്ന് വെറുതെ ഇരിക്കും. വെളുപ്പിന് പള്ളുരുത്തി നളിയനും പെങ്ങളും വന്നിട്ടുണ്ട്. പശു പറ്റൂന്ന് അറിഞ്ഞോണ്ട് വന്നതാ. അവര് സ്നേഹം കൊണ്ട് വരുന്നതല്ലേ, ആങ്ങളെയും അമ്മയും അനിയത്തിമാരെയും കാണാൻ. പിന്നെ സ്നേഹം, പശു പെറുമ്പോ ഉണ്ടായിരുന്ന ഈ സ്നേഹം കപട സ്നേഹമാണ്. പശുവിനെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് 100 കൂട്ടം കാര്യങ്ങൾ കണക്കൂട്ടി വെച്ചിരുന്ന അതിന്റെ ലോൺ പോലും അടച്ചു തീർന്നിട്ടില്ല. ആ, ഒരു വിസ കിട്ടി അക്കരെ കടന്നാൽ എല്ലാം ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇന്നാള് പറഞ്ഞ ഫ്രീ വിസയുടെ കാര്യം എന്തായി? 1 ലക്ഷം രൂപയിൽ 50,000 രൂപ കുറയ്ക്കുന്നതിനായി ഫ്രീ എന്ന് പറയുന്നത്. 50,000 രൂപയ്ക്ക് കിട്ടുവോ? എന്താ, രൂപ തരുവോ? ആ, അങ്ങനെ ഒരു മോഹമുള്ള കാര്യം എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. എന്ത് മോഹം? മോഹമൊക്കെ എന്നോട് സുമ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നിങ്ങളുടെ അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു തുക സ്ത്രീധനമായിട്ട് കിട്ടുമെന്ന്. അത് ഞാൻ റെഡിയാണെന്നും പറഞ്ഞല്ലോ. പേടിപ്പിക്ക. 5 സെന്റ് സ്ഥലവും ഒരമ്മയും മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ. അമ്മയെ നാടായ നാടെല്ലാം നടന്ന് വിഴുപ്പരൊക്കെ ഉണ്ടാക്കി എന്നെ പഠിപ്പിക്കുന്നത്. പിന്നെ സ്വർണ്ണമായിട്ട് ഈ 2 പവന്റെ മാല എനിക്ക് സ്ത്രീധനായി തരാനുള്ളൂ. അപ്പോ ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെട്ടോ? ദേ, എന്റെ വായിലിരിക്കുന്ന കേക്കല്ലേ? അതെ, നിങ്ങളുടെ കാറ്റ് വീഴ്ച വീണ 5 സെന്റ് തെങ്ങും തോപ്പും ഈ ബീഡി നൂലിന്റെ വലിപ്പമുള്ള മാലയും കണ്ടിട്ട് ഞാൻ നിന്നെ കെട്ടുമെന്ന് വിചാരിച്ചത്. വേണ്ട, 6 മാസം കഴിഞ്ഞ് എന്റെ കോഴ്സ് തീരുമല്ലോ. ആദ്യം എനിക്കൊരു വിസ ശരിയാക്കി താ. ഗൾഫിൽ നേഴ്സുമാർക്ക് നല്ല ഡിമാൻഡ് ആണല്ലോ. കുറച്ചു നാള് ഞാൻ ജോലി ചെയ്ത് നല്ല കാശൊക്കെ സമ്പാദിച്ചിട്ട് നല്ല സ്ത്രീധനം തന്നിട്ട് എന്നെ കെട്ടിയാ മതി. അയ്യേ, താൻ ഇത്രക്കേ ഉള്ളൂ? ആണ്ടിന് സംക്രാന്തിക്ക് ഒരു കളി കിട്ടുന്നതിന് പോലും നേരത്തെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാ? ഒരു കലാകാരിക്ക് പ്രാഥമികമായി വേണ്ടത് കൃത്യനിഷ്ഠയാണ്. ഇവിടെ ഇപ്പൊ കൃത്യനിഷ്ഠ ഉള്ളവരൊന്നും കലാകാരികളല്ല. കലാകാരികൾക്കൊട്ട് കൃത്യനിഷ്ഠ ഇല്ലതായി. മേലോട്ട് നോക്കിയാ പറഞ്ഞെങ്കിലും ആരെ ഉദ്ദേശാണെന്ന് എനിക്കറിയാം. ചാർലേ, നീ സമാധാനിക്ക്. കൃഷ്ണൻകുട്ടി, അതിന് ആശാനെ പറ്റി അല്ലല്ലോ പറഞ്ഞ, പിന്നെ ആശാനം ഇത്ര ദണ്ണം. ഇത് പ്രോഗ്രാം ഉള്ള കാര്യം അവള് മറന്നോ? ഇന്നലെ കണ്ടപ്പോഴും അവൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞതാ. ആ, ഇനി നോക്കണ്ട. കൃഷ്ണൻകുട്ടി, മണ്ടോതിരിയുടെ ചുറുപ്പന്റെ വേഷം ചാർല തന്നെ ചെയ്യട്ടെ. ആക്കി തട്ടേ കാണാം. ഈ ഉത്സാഹം തട്ടേലും കണ്ടാ മതി. എല്ലാരും കയറിക്കേ. നിന്റെ അമ്മയുടെ അസുഖം കുറഞ്ഞോടി. കേട്ടാ പുഷ്പോ, ആ കട്ട സെറ്റൊക്കെ ശരിക്കും കിട്ടിയോടാ? ദുഃഖങ്ങളൊക്കെയും നീങ്ങിടും മന്നവാ. അയ്യോ, കൊല്ലല്ലേ, ആളിപ്പോ വരും. അല്ല, സദ്യ ഇതുവരെ വന്നില്ല ആശാനെ. വന്നെങ്കിൽ കാണരുതോ? നിന്റെ കണ്ണിലെന്താ കുരുകുത്തിട്ടുണ്ടോ? പുത്രകാമേഷിയാകാൻ കഴിഞ്ഞു. പണ്ടിവിടെ കഥ പറയാൻ വന്നൊരു കാതികനെ 2 മണിക്കൂർ താമസിച്ചു വന്നതിനെ എറിഞ്ഞു കൊന്നെന്നും ആ കാതികന്റെ മെമ്മോറിയലാണ് ഈ സ്റ്റേജെന്നും കുറച്ചു മുമ്പ് ആരോ പ്രസംഗിക്കുന്നത് കേട്ടു. ഓ, കൂമ്പടക്കിലെ വർത്തനം പറയാതരാ. ടെൻഷൻ അടിച്ച് നിൽക്കുക. പപ്പൻ പറഞ്ഞത് സത്യമാണോ ആശാനെ? ആ, പറഞ്ഞത് ഞാനും കേട്ടതാ. പോട്ടെ എന്തേട്ടാ. എന്താ സതി ഇത്ര വൈകിയത്? ഞങ്ങളെല്ലാം എത്ര ഭയന്നോ. ഇടയ്ക്ക് വെച്ച് ചന്ദ്രേട്ടന് വണ്ടി കേടായി. ആ, വേഗം വേഗപ്പെട. മണി എന്താ ഒന്ന് ചവിട്ടിയാ? ആ, പെട്ടെന്ന് വരണം. ഇന്നലെ എവിടെയായിരുന്നു പരിപാടി? ചേർത്തലയിൽ. പരിപാടി കഴിഞ്ഞ് വരുമ്പോ പത്രക്കെട്ടെടുക്കാൻ വേണ്ടി വാനം നിർത്തിയ എല്ലാവർക്കും വലിയ മുറിവുറപ്പാ. വലിയ ഡാൻസേഴ്സ് അല്ലേ വരുന്നു.